ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വെയിലേക്കാരൻ. ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ സിനിമ കണ്ട ആൾക്കാർക്ക് ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവും. അതിൽ നമ്മളുടെ ഫഹദ് ഫാസിൽ മറ്റു പുള്ളിക്ക് സൂപ്പർ മാർക്കറ്റിലുള്ള ആൾക്കാർ നമ്മൾ പാവം പിടിച്ച നമ്മൾ എങ്ങനെയെങ്കിലും ഒരുപാട് പൈസ അതിനുള്ളിൽ സ്പെൻഡ് ആക്കിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്തു വെക്കുന്ന ഒരുപാട് ട്രിക്സ് അതിനുള്ളിൽ ഫഹദ് ഫാസ് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ പറയുന്ന എല്ലാം 100% സത്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഓരോ ഐറ്റംസ് ഓരോ സെക്ഷനാക്കിയല്ലേ തിരിച്ചു വെച്ചിരിക്കണേ. ഇപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഒരു ചായപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പോയി നോക്ക്. നമ്മുടെ ഏറ്റവും മേലത്തെ, അതായത് നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്തുണ്ടല്ലോ അവർ വെച്ചിരിക്കുന്ന ചായപ്പൊടിക്ക് കൊടുക്കാത്ത പൈസ ഇരിക്കും. കുറച്ചും കൂടെ നമ്മുടെ തലയൊക്കെ ഒന്ന് കുനിച്ച് താഴോട്ട് വഴുന്തോറും ചായപ്പൊടിയുടെ പൈസ കുറഞ്ഞു വരണം കാണാൻ പറ്റും. ഇതൊരു ട്രിക്കാണ്. ഈ ചില ആൾക്കാരുണ്ട് സമയം കൈ പിടിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ. അവർക്കൊന്നും വേണ്ട, ഓക്കെ എന്താ വേണ്ടേ, ചായപ്പൊടി ഓടിപ്പോകുന്നു, ചായപ്പൊടിയുടെ സെക്ഷനിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന ഐറ്റം എടുത്തുകൊണ്ട് വരണം. ഒന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വില കുറഞ്ഞ ഐറ്റം കിട്ടും. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പൈസ കൂടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടി എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അപ്പം ഇനി എപ്പോഴും ഈ ഓടിപ്പോയിട്ട് സാധനങ്ങൾ എടുക്കാണ്ട് കുറച്ച് നേരം അവിടെ ഒന്ന് നോക്കണം, സെക്ഷൻ പൈസ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ സൂപ്പർ മാർക്കറ്റുകാരുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഒരു മൂലയ്ക്കായിരിക്കും പഴങ്ങളും പച്ചക്കറികളും വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഇറച്ചി, മീൻ, പാല്, ബട്ടർ മുതലായ സാധനങ്ങൾ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു മൂലയ്ക്ക് അങ്ങ് തട്ടും. അതായത് നമ്മുടെ എൻട്രൻസിൽ നിന്നും ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഈ സാധനങ്ങളൊക്കെ അവർ വെക്കേണ്ടാവുക. അപ്പം എന്താ, ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളവിടെ വരണ്ടാവുക. ഈ മൂലയ്ക്കിൽ നിന്നും ആ മൂലയ്ക്ക് എത്തുന്ന സമയം കൊണ്ടേ തന്നെ നമ്മുടെ ബാസ്ക്കറ്റ് പകുതി നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പകുതിയിലധികം മേ ബി നമ്മൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു, മനുഷ്യരല്ലേ പുള്ളേ എന്നൊക്കെ പറയുന്ന രീതിക്ക് ഏതെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിലിടും. ഇതൊക്കെ അവരുടെ ഒരു ട്രിക്കാണ് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത തവണ നിങ്ങളതിൽ വീടരുതിട്ടാ. പിന്നെ കുറച്ചധികം നാളുകളായിട്ട് കണ്ടുവരുന്ന വേറൊരു കലാപരിപാടികളാണ് നമ്മൾ ഈ പച്ചക്കറികൾക്കിടെ ഒരു മേലത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കറികൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ വെളുത്തുള്ളിലേക്കാണെങ്കിൽ തൊണ്ടൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് നേരില്ല, അവർക്ക് ഭക്ഷണം വെച്ച് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് മേടിക്കുന്ന ഐറ്റംസ് ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ പിന്നെന്താ, ആൾക്കാർ ഇതൊക്കെ പോയിട്ട് എന്തായാലും മേടിക്കുക, അവർക്ക് ലാഭമാണ്. നമ്മളല്ലാതെ വെളുത്തുള്ളി മേടിക്കുന്നതിൻ്റെ ഡബിൾ പൈസ ആയിരിക്കും ഈ തൊലി പൊളിക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരണത്. എന്താ ആവശ്യമുണ്ട്? വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്ത് വെളുത്തുള്ളി പൊളിച്ച് കുറച്ച് ഇതേപോലെ തന്നെ സ്റ്റോർ ചെയ്താൽ പോരെ. പക്ഷേ മനുഷ്യർക്ക്, കുറേ ആൾക്കാർക്ക് ഇപ്പം എന്താ, എളുപ്പപ്പണിയാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ആൾക്കാരത് വാങ്ങിക്കുന്നു. പക്ഷേ ഇതൊക്കെ ശരിക്കും ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മൾക്ക് തിരക്കാണ്, ഇതൊന്നും ചെയ്യാൻ നമുക്ക് വയ്യ എന്നുള്ള കാര്യങ്ങൾ അവർ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്യുന്നു. കുറേ ആൾക്കാർ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ, അവർക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇതൊക്കെ ഓടിപ്പോയി മേടിക്കുന്നു. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. പിന്നെ ഈ പറയുന്ന സംഭവം എനിക്കത്ര എഫക്റ്റീവായിട്ട് തോന്നിയ സംഭവമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പ്രത്യേകിച്ചും ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ് അത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവർ എപ്പോഴും ഉണ്ടല്ലോ, അവർ മലയാളീസാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല അടിപൊളി പാട്ടുണ്ട്, ഒരു മെലഡി പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന പാട്ടൊക്കെ അവർ പ്ലേ ചെയ്യും. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പറയണത് എന്താ വെച്ചാൽ, ഇതുപോലെ നല്ല അടിപൊളി പാട്ടുകൾ സൂപ്പർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുമ്പം കുറേ ആൾക്കാർ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അവിടെ അങ്ങ് നിൽക്കുന്നു. ആ ആസ്വദിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ 1 ദിർഹംസിൻ്റെയോ 2 ദിർഹംസിൻ്റെയോ സാധനങ്ങളെടുത്ത് ബാസ്ക്കറ്റിലിട്ടാലും പോരെ, അവർക്ക് കച്ചവടം കിട്ടിയല്ലോ. ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് അങ്കമാലിയിൽ നിന്ന് കൊരട്ടിക്ക് ബസ് കയറണമായിരുന്നു. അങ്കമാലിയിൽ നിന്ന് കൊരട്ടിക്ക് കയറണ ബസ്സിൽ അവിടെ ചേട്ടന്മാർ നല്ല അടിപൊളി പാട്ടിടും കേട്ടോ. നല്ല അടിപൊളി മലയാളം തമിഴ് സോങ്സൊക്കെ പാട്ടിടും. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോളേജിൽ എത്തണ വരെ പാട്ട് ഓക്കെ, കുഴപ്പമില്ല, ആവറേജ് പാട്ടൊക്കെ ഇരിക്കും. നമ്മുടെ കോളേജിൻ്റെ സ്റ്റോപ്പിന് എത്തണതിന് മുന്നത്തെ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും വരണ പാട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും. അത് മേ ബി നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫോണിൽ കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ പാട്ട് നമ്മൾ ബസ്സിലിരുന്ന് കേൾക്കുമ്പോഴുള്ള വൈബ് വേറെയാണല്ലോ. അപ്പോൾ മനസ്സിലായിട്ട് തീർത്ത് കേൾക്കാനും പറ്റണില്ല, അടുത്ത സ്റ്റോപ്പിൽ നമ്മൾക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നമ്മളവിടെ നിൽക്കൂലേ. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതെനിക്ക് അത്ര ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ പാട്ട് കേൾക്കാറുണ്ട്, ഞാൻ ആ പാട്ട് കേട്ട് ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ഉണ്ടല്ലോ, കൊമേഴ്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും
ഈ കടകളിലൊക്കെ ബൈ 2 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് അവർ എഴുതി വെക്കും. അതൊന്നും പോയി പെടരുത്, അത് വാങ്ങിക്കുക ചെയ്യരുത്. കാരണം ഈ ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ടിടുന്ന ആ ഒരു 1 ഉണ്ടല്ലോ, ആ 1ൻ്റെയും കൂടെ എമൗണ്ട് ബാക്കിയുള്ള ബൈ 2 ഇട്ടിട്ടായിരിക്കും അവർ ബൈ 2 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ടായിരിക്കാം. അപ്പം ആ നേരം കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഐറ്റംസ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ വളരെ വിശദമായിട്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അല്ലാത്ത ഓഫറുകൾ ഉള്ളപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ. ചില സമയത്ത് പച്ചക്കറികൾക്കും അതുപോലെ ഫ്രൂട്ട്സിനൊക്കെ വീക്കെൻഡ്സിൽ ഓഫറുകൾ ഇടുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് മനസ്സിലാവും. കാരണം മറ്റുള്ള ദിവസങ്ങളിൽ ഉള്ള പ്രൈസ് ആയിരിക്കില്ല ഇതിൽ വരണത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ ചെമ്മീൻ ഇവിടെ 22 ദിർഹംസാണ്. അന്ന് നമുക്ക് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്ക് കിട്ടിയത് 14 ദിർഹംസിനാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ ചെമ്മീൻ അവിടെ നിന്ന് പൊളിച്ചാൽ നമുക്കറിയാൻ പറ്റും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ ഈ ബൈ 2 ഗെറ്റ് 1 ഫ്രീ അങ്ങനത്തെയുള്ള പരിപാടികളിൽ ചെന്ന് പെടാതിരിക്കുക. പിന്നെ ഈ ചില ഐറ്റംസിൻ്റെ ഉണ്ട്. അത് എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പൊടികളില്ലേ, നമ്മുടെ മഞ്ഞപ്പൊടി ഞാൻ മേടിക്കാൻ പോയി. മഞ്ഞപ്പൊടി മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സാധാരണ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു കവറിലുള്ള മഞ്ഞപ്പൊടി ഉണ്ട്. അതിനവരിട്ടിരിക്കുന്നത് 3.5 ദിർഹംസ് എന്തുമായിരുന്നു. ഈ മഞ്ഞപ്പൊടി തന്നെ സെയിം ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. മഞ്ഞപ്പൊടി തന്നെ നമ്മൾ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു പേപ്പറില്ലേ, കട്ടിയുള്ള പേപ്പറിൻ്റെ ഒരു പാക്കേജിങ്ങിൽ വന്നിരിക്കുന്നതിന് അവരിട്ടിരിക്കുന്നത് 7 ദിർഹംസാണ്. 3.5 നിന്നും 7 അവർ മാറിയിട്ടുണ്ട്. കറക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഇത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് സെയിം ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം സെയിം പ്രോഡക്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ പാക്കേജ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പ്രീമിയം പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പൈസ അവിടെ കൂട്ടിയിട്ടിരിക്കണേ. നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ ഒരു കവറിൽ തന്നെയല്ലല്ലോ വെച്ചുകൊണ്ടിരിക്കണത്. വീട്ടിലുള്ള വേറെ ഏതെങ്കിലും കണ്ടെയ്നർ ബോക്സിലോട്ടല്ല ഈ മഞ്ഞപ്പൊടി തട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഭംഗിയുള്ള വർണ്ണശബളമായിട്ടുള്ള പാക്കേജൊക്കെ കണ്ടിട്ട് അതൊന്നും പോയി എടുക്കരുത് കേട്ടോ. പൈസ കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ വേറൊരു സെറ്റപ്പ് ഉള്ള എന്താ വെച്ചാൽ ഈ ഫ്രൂട്ട്സൊക്കെ ലൂസായിട്ടും അവർ വിൽക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പാക്ക്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുപോലെ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു 1/2 കിലോൻ്റെ മുന്തിരി കണ്ടെയ്നർ ബോക്സിൽ അവർ വെച്ചിരിക്കുന്നതിന് 8 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ലൂസിലെടുക്കുമ്പോൾ മേ ബി നമുക്ക് 2-3 ദിർഹംസിൻ്റെ കുറവ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ മേ ബി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കണ്ടെയ്നർ ബോക്സിലുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സ് ആക്കിയിട്ട് അവരെടുക്കാറുണ്ട്. ലൂസായിട്ടുള്ള സാധനങ്ങൾ കവറിലിട്ട് വെക്കാനുള്ള മടി കാരണം. അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ലൂസായിട്ടുള്ളത് എടുക്കുമ്പം നല്ല രീതിക്കുള്ള പ്രൈസ് വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് കണ്ടെയ്നർ ബോക്സിൽ മാത്രമാണ് ആ ഒരു ഫ്രൂട്ട് ഉള്ളതെങ്കിൽ അതെടുക്കുക. അല്ലാതെ ലൂസായിട്ട് ആ ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും ലൂസായിട്ട് അവിടെ അവർ വിൽക്കുന്നുണ്ടെങ്കിൽ ലൂസായിട്ട് മേടിക്കുക. അതായിരിക്കും എപ്പോഴും ലാഭം. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ അവർ ചെയ്യും. അവർക്ക് കൈ എത്തുന്ന ദൂരത്തായിരിക്കും മിഠായി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് മുതലായ സാധനങ്ങളൊക്കെ. അപ്പോൾ അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരതിൽ കൂടെ നടക്കുമ്പോൾ കൈ എത്തുന്ന ദൂരത്ത് മിഠായി ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, എല്ലാം എടുക്കും. അതേപോലെ തന്നെ ഈ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇമ്മാതിരി സാധനങ്ങൾ വെച്ചാൽ അതുങ്ങൾ അവിടെ കിടന്ന് വാശി പിടിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾക്കും ചിലപ്പോൾ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് മിഠായി കാണുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടെംപ്റ്റേഷൻ ഉണ്ടാവാറില്ലേ? പിന്നെയില്ലേ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ സാധനങ്ങളുടെ പൊസിഷൻ അങ്ങ് മാറ്റി വിടും. അത് കൂടുതലും നമ്മൾക്ക് എസെൻഷ്യലായിട്ട് വരുന്ന ഐറ്റംസ് ആയിരിക്കും അവർ ലൊക്കേഷൻ ചേഞ്ച് ആക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ നമ്മളിപ്പം ഒരു ദിവസം നമ്മളിപ്പം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ പഞ്ചസാര കാണൂല, വേറെ എന്തെങ്കിലും സാധനം ഇരിക്കും. പിന്നെ പഞ്ചസാര അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോന്നൊക്കെ പറക്കിയിടും. അങ്ങനെ കുറേ ട്രിക്സും പരിപാടികളൊക്കെ ഇവന്മാർ ഒപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആലോചിച്ച് ചെയ്യുക. ഒരു ലിസ്റ്റൊക്കെ എപ്പോഴും കയ്യിൽ കരുതിയിട്ട് ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോരാ. നമ്മളെ പ്രലോഭിപ്പിക്കാനും നമ്മളെ ടെംപ്റ്റ് ചെയ്യാനും ഒരുപാട് സംഗതികൾ അവിടെയൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും പതരരുത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ വരാം. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.